ഇനി ഫ്യൂച്ചർ ടെൻസിലേക്ക് കയറാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇനി പഠിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല കേട്ടോ. ഭാവി കാലത്ത് ഞാനത് ചെയ്യും, അവനിത് ചെയ്യും, അവൾ ഇത് ചെയ്യും, അവൾ അവിടെ പോകും, ഞാനത് പഠിക്കും എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഞാൻ നാളെ അവിടെ പോകും, അടുത്ത ദിവസം അയാൾ ഇവിടെ വരും, മറ്റന്നാൾ നമുക്ക് കാണാം, 2 വർഷത്തിന് ശേഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കും, ഇപ്പം 2 വർഷത്തിന് ശേഷം നാളെ, മറ്റന്നാൾ, അടുത്ത ആഴ്ച എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇതല്ലേ ഭാവി കാലം. അപ്പോഴും നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളോട് പറയുന്നതല്ലേ ഭാവികാലവാചകങ്ങൾ. അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പ്രസ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ഒരു സംശയമില്ല, ദാറ്റ് സെൻറ്റൻസ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പം ആരാണോ വാചകത്തിലെ സബ്ജക്റ്റ് കർത്താവ്, അതിനുശേഷം ഭാവികാല സഹായിക ക്രിയകൾ എഴുതണം, മോഡൽ എഴുതണം. എന്ന് പറഞ്ഞാൽ പറ, വില്ലോ, ഷാലോ, കേനോ, മേയോ, മസ്റ്റോ, നീഡോ, ഡയറോ, ഓട്ടിറ്റു എഴുതണം. അതിൻ്റെ പ്രതിനിധികളായി ഞാൻ വില്ലിനെയും ഷാലിനെയും എഴുതി, അല്ലെങ്കിൽ മോഡൽ എഴുതിയാൽ മതിയല്ലോ. അതെല്ലാം മോഡലാണെന്നല്ലോ. സ്പെല്ലിങ് തെറ്റല്ലേ. MODAL, MODEL അല്ല, അത് മാതൃക. തിരിഞ്ഞില്ലേ? ഇതെല്ലാം ഇങ്ങനെയെല്ലാം പഠിക്കണം നമ്മൾ. എന്താ പഴയ സ്റ്റൈലൊക്കെ മാറ്റണം. സബ്ജക്റ്റ് പ്ലസ് വിൽ അഥവാ ഷാൽ. ചില ഗ്രാമർ ടെക്സ്റ്റിൽ എടുത്താൽ മോഡലിന് എഴുതിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് ഞെട്ടല്ലേ, ഇനി പറയുന്ന പേരെന്നെയത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ബേസ് വെർബന്നെ എഴുതണം, ധാതുരൂപക്രിയ. ഈ അറിവല്ലെങ്കിൽ ഇങ്ങനെ തലയിൽ കയറ്റണേ. കാരണം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഓലം മട്ടിട്ട് പഠിക്കുന്നവരായി കഴിഞ്ഞല്ലേ. കണ്ടോ, സബ്ജക്റ്റിൻ്റെ കൂടെ ഭാവികാല സഹായിക ക്രിയകൾ എഴുതിയിട്ട് ബേസ് വെർബ് എഴുതണം. അങ്ങനെയുള്ള വാചകം ഏത് ടെൻസിലായി? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലായി. ഇവിടെയാണ് ഇപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഐയും വിയും കഴിഞ്ഞിട്ട് കേവലം ഭാവികാലയെ പറയുന്നുണ്ടെങ്കിൽ ഐയും വീൻ്റെ കൂടെ ഷാൽ എഴുതണം. എന്നാൽ മറ്റ് നാമങ്ങളോ സർവനാമങ്ങളോ, ഇപ്പോൾ ഹിയോ, ദേയോ, യുവോ, ഹിയോ, ഷിയോ, ദേയോ, യുവും, അതുപോലെ ഏതെങ്കിലും ആളുടെ പേര് ഒക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ വില്ല എഴുതേണ്ടത്. എന്നാൽ അതിന് ഉറപ്പ്, വാഗ്ദാനം, ഭീഷണി, നിർദ്ദേശം എന്നുള്ളൊക്കെ അർത്ഥം കിട്ടണമെങ്കിൽ നേരെ മാറ്റി പിടിക്കുക. ഐയും വിയും കഴിഞ്ഞിട്ട് ഷാൽ എഴുതുന്നതിന് പകരം വില്ല് എഴുതുക, മറ്റൊക്കെ എഴുതിയിട്ട് വില്ല് എഴുതുന്നതിന് പകരം ഷാൽ എഴുതുക. ഇന്ന് കഴിയും, സാധിക്കും എന്നൊക്കെയുള്ള അർത്ഥം കിട്ടണമെങ്കിൽ ഇതൊന്നും എഴുതാതെ കേന എഴുതുക. ഒരു പക്ഷേ എന്ന് പറയണമെങ്കിൽ മേ എഴുതുക, തീർച്ച എന്ന് പറയണമെങ്കിൽ മസ്റ്റ് എഴുതുക, ആവശ്യം എന്ന് പറയണമെങ്കിൽ നീഡ് എഴുതുക, ധൈര്യം എന്ന് പറയണമെങ്കിൽ ഡയർ എഴുതുക. தெரிஞ்சிല്ലേ? ഇതെല്ലാം ഇതിൻ്റെ ഭാഷ. ഇതാ ഭാഷാ പഠനം. ഇങ്ങനെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഇങ്ങനെയാ സെൻറ്റൻസ് എഴുതൽ. 2 സെൻറ്റൻസ് ഞാൻ എഴുതിയത് ക്ലിയർ ആയോ നോക്കി. ഹീ വിൽ ലേൺ മ്യൂസിക്. ഓക്കെ, സബ്ജക്റ്റാണ് ഹി, അതിനുശേഷം വില്ലിൻ്റെ അകമ്പടിയോടുകൂടി ലേൺ എന്ന ബേസ് വർബിത ധാതുരൂപക്രിയ. ഈ സെൻറ്റൻസ് ഇപ്പോൾ ഏത് ടെൻസിലാന്ന് ചോദിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അർത്ഥം എന്താ? അവൻ സംഗീതം പഠിക്കും. അടുത്തത് ഐ ഷാൽ സീ ഹിം. കണ്ടോ, ഐ കഴിഞ്ഞിട്ട് ഞാനിതാ ഷാൽ എഴുതിയിട്ട് എന്നിട്ട് ബേസ് വർബ് എഴുതിയിട്ടിതാ. അർത്ഥം ഞാൻ അവനെ കാണും, കാണും, പഠിക്കും. കണ്ടോ, ഭാവികാലാശയം. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ യൂസാ പഠിപ്പിക്കുന്നു, ഉപയോഗം. ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയ ആൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് 8ഓളം യൂസ് എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളെ. 8അല്ല, ശരിക്കും 12ഓളം ഉണ്ട്. ഞാനത് കുറച്ചും കൂടി ലഘൂകരിച്ചാണ്. കുറേ സാഹിത്യ നിയമങ്ങളാണ്, ലിറ്റററി റൂൾസ് ഒക്കെയാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഭാഷയും ഭാഷയുടെ എടുത്തുപയോഗിക്കേണ്ട കുറേ സംവിധാനങ്ങളും പോരെ നമുക്ക്. അല്ലാണ്ട് ഭാഷയിൽ ഇങ്ങനെ രചനകളൊക്കെ നടത്തുന്നവർ എല്ലാം മനസ്സിലാക്കേണ്ടി വരും. ലിറ്റററി റൂൾസ്. ഏതായാലും നമ്മളൊരു PSC അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചാൽ മതി നിയമങ്ങൾ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ. സിമ്പിൾ പ്രസൻറ്റിന് ഉണ്ടായിട്ടില്ല ഇങ്ങനെ കുറേ നിയമങ്ങൾ. അതേപോലെ സിമ്പിൾ ഫ്യൂച്ചറിന് മറ്റെല്ലാത്തിനും ഒന്നുമില്ല. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ശരി അതെങ്ങനെയാണ് എഴുതൽ, അതിൻ്റെ ഒരു യൂസ് എന്ന് വന്നിട്ട് ഒന്നാ പറഞ്ഞതിന് കുറേ ടൈമിങ് വേർഡ്സ്. എന്ന് സിമ്പിൾ ഫ്യൂച്ചർ അങ്ങനെ പോരാ. യൂസിൽ ആദ്യത്തും
സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു യൂസ് എന്താണെന്നറിയോ? ഈ ടെൻസ് നമ്മൾ ഇംഗ്ലീഷിൽ വർത്തമാനം പറയാൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം എന്താ അറിയോ? നാം പറയുന്ന വാചകത്തിൽ ഒരു ഭാവികാല സമയവാക്ക് പറയണമെങ്കിൽ ഒരു സംശയവുമില്ല, ആ വാചകം സിമ്പിൾ ഫ്യൂച്ചറിൽ തന്നെ പറയണം. ഭാവികാല സമയം. മലയാളമല്ലോ, ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടൈം. നിങ്ങൾ പറയേണ്ടുന്ന സെൻറ്റൻസിൽ ഒരു ഫ്യൂച്ചർ ടൈം നിങ്ങൾക്ക് പറയണമെങ്കിൽ ദാറ്റ് സെൻറ്റൻസ് ഈസ് ടു ബി കൺവേഡ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. മനസ്സിലായില്ലെങ്കിൽ ടുമോറോ. അർത്ഥറിയാത്ത ആരെങ്കിലും കുറിച്ചെടുക്കണേ, നാളെ. അതുപോലെ നെക്സ്റ്റ്, അർത്ഥം അടുത്തത്. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം. അതുപോലെ ആഫ്റ്റർ, അർത്ഥം ശേഷം. ലേറ്റർ, അർത്ഥം ശേഷം. അതുപോലെ ദ കമ്മിങ് വീക്ക്, വരാനുള്ള ആഴ്ച. ദ കമ്മിങ് ഇയർ, വരാനുള്ള ആ വർഷം. അതുപോലെ ദ ഫോളോയിങ് ഡേ, വരാനുള്ള ദിവസം. എന്നാൽ അടുത്ത ദിവസം, ദ ഫോളോയിങ് വീക്ക്, അടുത്ത ആഴ്ച. അതുപോലെ മതി. അപ്പോൾ ടുമോറോ, നെക്സ്റ്റ്, ആഫ്റ്റർ, ലേറ്റർ, ദ കമ്മിങ്, ദ ഫോളോയിങ്, ഇങ്ങനെയൊക്കെയുള്ള ഭാവികാല ആശയം വരുന്ന ഒരു ടൈമിംഗ് വേർഡ് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ദാറ്റ് സെൻറ്റൻസ് ഷുഡ് ബി ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ആ വാചകം സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം, നിർബന്ധമാണത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ആരാണോ കക്ഷിയുടെ പേരിന് ശേഷം വില്ലോ ഷാലോ ചേർത്തിട്ട് ബേസ് വർബ് എഴുതണം. അവിടെ തന്നെ കഴിയുന്നൊക്കെ വേണമെങ്കിൽ വില്ലും ഷാലും എഴുതാണ്ട് ക്യാൻ. ഒരു പക്ഷേ എന്ന് പറഞ്ഞെങ്കിൽ മേ, തീർച്ച എന്ന് പറഞ്ഞാൽ മസ്റ്റ്, ആവശ്യം എന്ന് പറഞ്ഞെങ്കിൽ നീഡ്, ധൈര്യം എന്ന് പറഞ്ഞെങ്കിൽ ഡയർ, അങ്ങനെ എഴുതണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വാചകം പറയാല. വേണ്ട, അവൻ നാളെ ഇവിടെ വരും. കണ്ടോ, നാളെയാണ്, ഇവിടെ വരും. കണ്ടോ, ഭാവികാലം തന്നെയാണ്. അവൻ എന്നുള്ളതിന് ഹി, വരും എന്നുള്ളതിന് കം, അതിൻ്റെ മുമ്പിൽ വിൽ. ഹീൻ്റെ കൂടെ വില്ലല്ലേ. ഇവിടെ എന്ന് പറയാൻ ഹിയർ, സമയവാക്ക് അവസാനല്ലേ പറയില്ല, അത് ടുമോറോ. ഹീ വിൽ കം ഹിയർ ടുമോറോ. ഒരു തെറ്റുമില്ലാതെ ഭംഗിയുള്ളൊരു ഇംഗ്ലീഷ് വാചകമായി. ഹീ വിൽ കം ഹിയർ ടുമോറോ. അവൻ നാളെ ഇവിടെ വരും. ഞാൻ നാളെ അവിടെ പോകും. ഞാൻ എന്നുള്ളതിനായി, പോകുന്നുള്ളതിന് ഗോ, ഐയുടെ കൂടെ വില്ലല്ല ഇതിൽ ഷാൽ. അപ്പം ഐ ഷാൽ ഗോ ദേർ ടുമോറോ. ഇവിടെ വില്ല് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലേ, പക്ഷേ ഈ ക്രിയക്ക് പോകുന്നുള്ള അർത്ഥം കൂടാതെ അതിന് ഉറപ്പ് എന്നുള്ളൊരർത്ഥം കൂടി കിട്ടിയിട്ടുണ്ടാവും. അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ ഷാലിന് പകരം വില്ലങ്ങ് പറഞ്ഞോളൂ. ക്ലിയർ? അവൾ നാളെയുടെ വരും, അതിനവൾക്ക് കഴിയും. പറയുമ്പോൾ അവൾ എന്നുള്ളതിന് ഷീ, നാളെയുടെ വരാൻ കഴിയുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ വില്ലും ഷാലിനെയും ഒഴിവാക്കിയിട്ട് ക്യാൻ. ഷീ ക്യാൻ കം ഹിയർ ടുമോറോ. ബാബു ഒരു പക്ഷേ നാളെ അദ്ദേഹത്തെ കാണും. ഭാവികാലം, നാളെ ഭാവികാലം. അപ്പോൾ ബാബു കഴിഞ്ഞിട്ട് വില്ലോ ഷാലോ അല്ല, ഒരു പക്ഷേ എന്ന് പറയാൻ മേ ആണ്. അപ്പോൾ ബാബു മേ മീറ്റ് ഹിം ടുമോറോ. മനസ്സിലായോ? അവരിവിടെ നാളെ വരും, അതിൻ്റെ ആവശ്യം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദേ വിൽ കം ഹിയർ ടുമോറോ പോരാ. അപ്പോൾ അത് നാളെ വരുന്നേ ഇല്ലൂ, ആവശ്യമുണ്ട്. അപ്പോൾ ദേ നീഡ് കം ഹിയർ ടുമോറോ. ഗീത ധൈര്യപൂർവം അദ്ദേഹത്തെ നാളെ കാണും. നാളെ എല്ലാം ഭാവികാലം. അപ്പോൾ ഗീത കഴിഞ്ഞിട്ട് വില്ലും ഷാലും പോരാ, ധൈര്യം എന്ന് വേണം. അപ്പോൾ ഡയർ, ഗീത ഡയർ മീറ്റ് ഹിം ടുമോറോ. ക്ലിയർ ആവുന്നുണ്ട്?
ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതിൻ്റെ ഒരു യൂസ്. അപ്പം ഇങ്ങനെ അറിവ് നേടിയ ആൾ ഇനി മത്സര പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പം ഈ പറഞ്ഞ അറിവ് എങ്ങനെയാണ് ക്വസ്റ്റ്യനായിട്ട് പ്രയോഗിക്കൽ, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അപ്ലിക്കേഷൻ ഗ്രാമർ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ഇതാ ഏതെങ്കിലും ഒരാളെ പേര് തരും, മിസ്റ്റർ ദിനേശ് അല്ല മിസ്റ്റർ മേനോൻ, മിസ്റ്റർ ബാബു എന്നൊക്കെ തരും. ഡാഷ് ഹിസ് ബ്രദർ നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ടുമോറോ, അല്ലെങ്കിൽ 2 days ലേറ്റർ, അല്ലെങ്കിൽ ആഫ്റ്റർ 2 days, ദ കമ്മിങ് വീക്ക്, ദ കമ്മിങ് ഇയർ, ദ ഫോളോയിങ് ഡേ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാവികാല സമയം ഇതുങ്ങളിങ്ങനെ തരും. ചോദ്യമിട്ട അധ്യാപകരിങ്ങനെ തരും. അങ്ങനെ തന്നാൽ ഇവിടെ നിങ്ങൾ എഴുതുന്ന ക്രിയ സിമ്പിൾ ഫ്യൂച്ചറിൽ എഴുതണം. അപ്പോൾ ഓപ്ഷൻ തരുന്ന കുട്ടികളെ മെറ്റ്, മീറ്റ്സ്, വിൽ മീറ്റ്, ഹാസ് മെറ്റ്. ഇങ്ങനെ ഓപ്ഷൻ തേക്കാൻ വേണ്ടി എന്തൊക്കെയോ തരുന്നു. നെക്സ്റ്റ് വീക്ക് എന്ന ഫ്യൂച്ചർ ടൈം തന്നതുകൊണ്ട് ഒരു സംശയം എൻ്റെ കുട്ടിയൊക്കെ വേണ്ട, വില്ല് ചേർത്തിട്ടുള്ള ബേസ് വെർബ് ഇതാ വിൽ മീറ്റ്. ഈ സി എന്നുള്ള ഉത്തരമാണ് ഇവിടെ ശരി. നെക്സ്റ്റ് വീക്കുള്ളതുകൊണ്ട് ഇതാ ഇപ്പം ടുമോറോ, നെക്സ്റ്റ്, ആഫ്റ്റർ, ലേറ്റർ, ദ കമ്മിങ്, ദ ഫോളോയിങ് പോലുള്ള ഫ്യൂച്ചർ ടൈം ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസ് സിമ്പിൾ ഫ്യൂച്ചറിലേ പറഞ്ഞുകൊണ്ടു എന്നുള്ളതിന് തെളിവായി ഈ ചോദ്യം. വേറൊന്ന്, ഹരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹരി ഡാഷ് ദ ഡ്യൂട്ടി 2 days ലേറ്റർ. എന്തായാലും ക്ലൂ തന്നിട്ടുള്ളത് ഹരി ഒരു ക്ലൂ തന്നെ. അതിനേക്കാൾ വലിയ ക്ലൂ എന്താ? 2 days ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, 2 ദിവസത്തിന് ശേഷം, ഭാവികാല സമയം, ഫ്യൂച്ചർ ടൈം. ഓപ്ഷൻ തരുന്ന കുട്ടികളെ വിൽ ഫിനിഷ്, ഫിനിഷ്, ഫിനിഷസ്, ഫിനിഷ്ഡ്. ഏതാ? വിൽ ഫിനിഷ്. ഹരിയുടെ കൂടെ വിൽ ഫിനിഷ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന എക്സാം സാധാരണ ഒരു സ്കൂൾ പരീക്ഷയല്ല, അറിവ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നൊരു എക്സാമാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഓപ്ഷനിൽ. വിൽ ഫിനിഷും ഉണ്ടാവും, വിൽ ഫിനിഷ്ഡും ഉണ്ടാവും. അപ്പോൾ പോയി വീണ് മരിക്കല്ലേ, വില്ലിൻ്റെ കൂടെ ബേസ് വെർബ് എഴുതിക്കൂടും, അപ്പോൾ ഫിനിഷേ എഴുതിക്കൂടും, ഫിനിഷ്ഡ് എന്ന് എഴുതിക്കൂടാ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു യൂസ്. தெரிഞ്ഞില്ലേ? ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ടൈം ഒരു സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് വിട്ടഭാഗത്തിൽ ഇങ്ങനെ തന്നാൽ സിമ്പിൾ ഫ്യൂച്ചറുള്ള ഉത്തരം ഏതാണോ 4 ഓപ്ഷനിൽ അത് എഴുതുക. ദ സെക്കൻഡ് യൂസ് ഇതെന്താണെന്ന് വിചാരിച്ചാൽ, ഇന്നിപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വാചകം എഴുതുന്നത് സബ്ജക്റ്റിൻ്റെ കൂടെ ഭാവികാല സഹായിക ക്രിയകളായ വില്ലോ, ഷാലോ, കേനോ, മേയോ, മസ്റ്റോ, നീഡോ, ഡെയറോ, ഓഷ്ടിറ്റോ, ഉൾഡോ, ഷുഡോ, കുഡോ, മൈറ്റൊക്കെ ചേർത്തിട്ട് ബേസ് വെർബല്ലേ ഇതിൽ. ഇതല്ലേ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ മോഡേൺ മെത്തേഡ്. എന്നാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ അനദർ മെത്തേഡ് ഓൾസോ. മറ്റൊരു മെത്തേഡിലും കൂടി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ആരാണോ വാചകത്തിലെ സബ്ജക്റ്റ് കക്ഷിക്ക് ശേഷം ഈസ്നോ, ആംനോ, ആർന്നോ പറയുന്ന സഹായിക ക്രിയ എഴുതുക. അതിനുശേഷം ഗോയിങ് എന്നൊരു പ്രയോഗം എഴുതുക, ഒരു ഫ്രേസ്. അതിനുശേഷം ഇൻഫിനിറ്റീവ് വേർബ് എഴുതുക. ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ടു എന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ ബേസ് വെർബ് എഴുതൽ. ഇന്നിപ്പം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം എങ്ങനെയാ? സബ്ജക്റ്റ് പ്ലസ് വിൽ അഥവാ ഷാൽ പ്ലസ് ബേസ് വെർബല്ലേ. അതിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇങ്ങനെ
ആരാണോ സബ്ജക്റ്റ് അതിനുശേഷം ഈസോ ഏമോ ആറോ എഴുതിയിട്ട് ഗോയിങ് എഴുതിയിട്ട് ഇൻഫിനിറ്റീവ് വെർബ് 2+ ബേസ് വെർബ്. മനസ്സിലായിട്ടില്ലെങ്കിൽ രാമു ഈസേമാറിൽ ഈസ് എഴുതി, ഗോയിങ് എന്ന പ്രയോഗം എഴുതി. രാമു ഈസ് ഗോയിങ് ടു സ്റ്റഡി ടുമോറോ. ഓക്കെ, രാമുവിന് ശേഷം ഈസേമാറിൽ ഈസിത ഗോയിങ് എന്ന പ്രയോഗം ഇതാ, ടു സ്റ്റഡി ഇൻഫിനിറ്റീവ് വെർബ് ഇതാ. ഇതിൻ്റെ അർത്ഥം എന്താ? രാമു നാളെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി എവിടെയോ പോകുന്നുണ്ട് എന്നുള്ള ആ അർത്ഥമല്ല. ഇതൊരു ശൈലിയാണ്, ഒരു ഫ്രേസാണ്, ഒരു ഇഡിയമാണ് ഇത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയില്ലല്ലോ, നാടൻ പ്രയോഗം എന്നെല്ലാം പറഞ്ഞിട്ട് നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയും, അവൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയും അല്ല. ഇപ്പം വീട്ടിൽ നിന്ന് നിങ്ങളെ എവിടെയോ കല്യാണത്തിനായിട്ട് ക്ഷണിച്ചു ആരോ, എന്നിട്ട് 2 വീട്ടുകാർ ഒരുമിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് മറ്റേ വീട്ടുകാർ റെഡി കളത്തിലിറങ്ങി വണ്ടിയിൽ കയറി ഇരുന്ന ആൾ നിങ്ങളെ ഫോൺ ചെയ്യില്ല, എന്തായി? അതാ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. അതിങ്ങനെ ഇംഗ്ലീഷ് പറയുക, ഐ ആം ഗോയിങ് ടു സ്റ്റെപ്പ് ഡൗൺ, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു കം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനിപ്പോൾ വരുന്നല്ലേ, ഐ ഷാൽ കം. ഐ ആം ഗോയിങ് ടു കം മീൻസ് ഐ ഷാൽ കം. ഇന്നിപ്പോൾ ഐ ഷാൽ കം എന്ന് പറയുന്നതിന് പകരം പണ്ടുള്ളവർ പറയുന്നൊരു രീതിയത് എന്ന് പറഞ്ഞാൽ ഇതാ, രാമു ഈസ് ഗോയിങ് ടു സ്റ്റഡി ടുമോറോ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയുന്നതിന് തുല്യ? രാമു വിൽ സ്റ്റഡി ടുമോറോ. രാമു നാളെ പഠിക്കും. രാമു നാളെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാമു നാളെ പഠിക്കും. അപ്പം ഇന്നത്തെ വില്ലിൻ്റെ കൂടെ ബേസ് വെർബ് എന്നത് പഴയ കാലത്ത് ഇങ്ങനെ, പഴയ കാലത്തല്ല, അതിപ്പോഴും ഉണ്ട് ആ സ്റ്റൈല്, അങ്ങനെ പറയാറുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് ഇങ്ങനൊരു മെത്തേഡും കൂടി ഉണ്ട്. പക്ഷെ ഇതധികം ഭംഗിയില്ലാത്തൊരു പ്രയോഗമാണ്, എന്നാൽ അങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു PSC എക്സാമിന് കുട്ടികളൊക്കെ വെള്ളം കുടിപ്പിച്ചൊരു ക്വസ്റ്റ്യനായി ഇതാ, കൃഷ്ണ ഡാഷ് ഹിസ് ഫാദർ ടുമോറോ. പരീക്ഷാ ഹാളിലാണ് നിങ്ങൾ നീയായിരിക്കും 20 ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുന്ന വേളയിലാന്ന് നീയായിരിക്കും. വിട്ട ഭാഗത്തേക്ക് നോക്കി, മുമ്പിൽ കൃഷ്ണനുണ്ട്, കക്ഷിയിലത്തെ സബ്ജക്റ്റാണ്, അതൊരു ക്ലൂ തന്നെയാണ്. പക്ഷേ കൃഷ്ണന് തീരുമാനിക്കാനാവില്ല 4 ഓപ്ഷനിൽ ഏതാണ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മളെ നോട്ടം നേരെ മാറി, വേറെ ഏതെങ്കിലും ഹിൻഡ് അല്ലെങ്കിൽ ക്ലൂ തന്നിട്ടുണ്ടോ? ഹിസ് ഫാദർ ക്ലൂ ഒന്നല്ല, ടുമോറോ, ഒരു ഭാവികാല സമയം, ഒരു ഫ്യൂച്ചർ ടൈം. ഇനി പഠിച്ചു, ഫ്യൂച്ചർ ടൈം വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എഴുതിക്കൂടൂ. അതായത് സബ്ജക്റ്റായ കൃഷ്ണൻ കഴിഞ്ഞിട്ട് വില്ലോ, ഷാലോ, ഗേനോ, മേയോ, മസ്റ്റോ, നീഡോ, ഡെയറോ, ഒട്ടിറ്റോടുകൂടി ബേസ് വെർബുള്ള ഉത്തരം 4 ഓപ്ഷനിൽ ഏതുണ്ടോ അത് കറുപ്പിക്കും. എന്നാ ഓപ്ഷൻ നോക്കി, മീറ്റ്, meets, met, is going to meet. നിങ്ങൾ ഏതിനു വേണ്ടിയാണ് നോക്കിയത്? വിൽ മീറ്റ് ഇല്ല, പകരം ഏതാ ശരി? ഇതാ ഈസേമാറും ഗോയിങ് എന്ന പ്രയോഗവും പിന്നെ ടു മീറ്റ് ഇൻഫിനിറ്റീവ് വെർബും. ഇതാ ശരി. ഇതിങ്ങനെ എഴുതിയാൽ ഏതിന് തുല്യം? വിൽ മീറ്റ്. വില്ലിൻ്റെ കൂടെ മീറ്റ് എഴുതുന്നതിന് സിമിലറാണ് ഈസ് ഗോയിങ് ടു മീറ്റ് എന്ന് എഴുതിയാൽ. ഇപ്പം പറഞ്ഞ ഇതന്നെ ഇതാ ഒരു ബാങ്ക് എക്സാമിന് ചോദിച്ചത്, ബാങ്കല്ല സോറി, സെക്രട്ടറി ടെസ്റ്റൻ്റോ അങ്ങനെയുള്ള ഒരു ഡിഗ്രി തല പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നു. ഇതാ ഈസ് ഗോയിങ് ടു റീഡ്, ഇങ്ങനെ കൊട്ടേഷനിൽ തന്നിട്ട് മീൻസ് ഇതിൻ്റെ അർത്ഥം ഈസ് ഗോയിങ് ടു റീഡ് മീൻസ് ഓപ്ഷനിലെ റീഡ്, ബി റീഡ്സ്, സി വിൽ റീഡ്, ഡി എന്നാ ഏതുണ്ട് ഈസ് റീഡിങ്. പറ, വായിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ വായിക്കും എന്ന് പറഞ്ഞാൽ ഏതാ ശരി? സി. ഈസ് ഗോയിങ് ടു റീഡ് എന്ന് പറയുന്നതും വിൽ റീഡ് എന്ന് പറഞ്ഞ ഒന്നാണ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ 2 യൂസായി. ഒന്നെന്താ?
ഭാവികാല സമയം തരുന്ന വാചകങ്ങൾ എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയണം അല്ലേ. ടുമോറോ, നെക്സ്റ്റ്, ആഫ്റ്റർ, ലേറ്റർ, ദ കമ്മിങ്, ദ ഫോളോയിങ് എന്നൊക്കെയുള്ള വാക്കുള്ള വാചകങ്ങൾ വിട്ട ഭാഗത്ത് തന്നു സിമ്പിൾ ഫ്യൂച്ചർ എഴുതണം. 2, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു പഴയ മെത്തേഡാണ് ഈ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസേമാർ ചേർത്തിട്ട് ഗോയിങ് ചേർത്തിട്ട് ഇൻഫിനിറ്റീവ് വെർബ്. ഇനി 3 ശ്രദ്ധിക്കണേ. ചില അവസരങ്ങളിൽ നമുക്ക് കുറേ സെൻറ്റൻസ് പറയേണ്ട ഒരവസ്ഥ വരും, ഒരു പാരഗ്രാഫായിട്ട്, ഒരു ഖണ്ഡികയായിട്ടൊക്കെ. അതെല്ലാം സിമ്പിൾ ഫ്യൂച്ചറിലാണ് പറയേണ്ടതെന്ന് വിചാരിച്ചു. ഒരു സ്കൂളിലെ ക്ലർക്കിന്, പുതിയതായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു ക്ലർക്കിന് ഹെഡ് മാസ്റ്റർ ചിലപ്പോൾ ചില ഡയറക്ഷൻസ് കൊടുക്കും, അതായത് നിർദ്ദേശങ്ങൾ. എനിക്ക് തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് പോകാനുണ്ട്, ഞാൻ വരുമ്പോഴേക്കും ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് സർക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരും കൊണ്ട് കൊടുക്കും, നീ എഴുതി കൊടുത്താൽ മതി. ഹെഡ് മാസ്റ്റർ സൈൻ ചെയ്തിട്ട് അങ്ങ് പോവുകയും പോകുമ്പോൾ അയാൾ മലയാള വാചകമൊക്കെ പറഞ്ഞു കൊടുത്തു. 1, നാളെ സ്കൂളിന് അസംബ്ലി ഉണ്ടാവും. അടുത്ത ആഴ്ച സ്കൂൾ ഒരു എക്സ്കർഷന് വേണ്ടി പോകും മൈസൂരേക്ക്. തൊട്ടടുത്ത ആഴ്ച ആനുവൽ സ്പോർട്സ് ആയിരിക്കും. അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച സ്കൂളിൻ്റെ വാർഷികമായിരിക്കും, വാർഷികാഘോഷം. ഇതൊക്കെ ഒരു നോട്ടീസാക്കിയിട്ട് യു ഷുഡ് സർക്കുലേറ്റ് ടു ദ ക്ലാസ് റൂം എന്ന് പറയുന്നിട്ട് അയാളങ്ങ് പോവുകയും. ഇങ്ങനെ ക്ലാസ്സിലൊക്കെ വന്ന് ടെൻസൊക്കെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ, ക്ലർക്കായിട്ട് ജോലി കിട്ടിയതാണെങ്കിൽ എഴുതാം. നാളെ അസംബ്ലി ഉണ്ടാവും. നാളെ ഭാവികാല സമയം സ്കൂളിൽ അസംബ്ലി ഉണ്ടാവും. അപ്പോൾ ദ സ്കൂൾ വിൽ കണ്ടക്ട് ആൻ അസംബ്ലി ടുമോറോ. ശരിയല്ലേ? സ്കൂൾ നാളെ അസംബ്ലി കണ്ടക്ട് ചെയ്യും. വിൽ കണ്ടക്ട്, കണ്ടോ, സിമ്പിൾ ഫ്യൂച്ചർ, വില്ലോട് കൂടി കണ്ടക്ട് എന്ന ബേസ് വെർബ് എഴുതി ടുമോറോ പറയേണ്ടതുണ്ട്. അടുത്ത ആഴ്ച സ്കൂള് ഒരു എക്സ്കർഷന് വേണ്ടി പോകും. സ്കൂളല്ലേ സബ്ജക്റ്റ്. ദ സ്കൂൾ വിൽ ഗോ ഫോർ എൻ എക്സ്കർഷൻ ടു മൈസൂർ നെക്സ്റ്റ് വീക്ക്. സ്കൂളിലെ കുട്ടികൾ, സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി, അത് സ്കൂൾ വിൽ ഗോ, അല്ലെ സ്കൂൾ ഡിസൈഡഡ് ടു ഗോ ഫോർ എൻ എക്സ്കർഷൻ ടു മൈസൂർ ടുമോറോ, സോറി നെക്സ്റ്റ് വീക്ക്. അതിൻ്റെ അപ്പുറത്തെ ആഴ്ച സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് ആയിരിക്കും. ദ സ്കൂൾ വിൽ ഹോൾഡ് അല്ലെങ്കിൽ കണ്ടക്ട് ദ ആനുവൽ സ്പോർട്സ് 2 weeks ലേറ്റർ. അപ്പോഴെന്താ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്? എഴുതുന്ന ഓരോ സെൻറ്റൻസും സിമ്പിൾ ഫ്യൂച്ചറിലാണ് എഴുതുന്നത്, വില്ലും ചേർത്തിട്ട് ബേസ് വെർബ്. കാരണം ഇത് ശുദ്ധിയായ ഇംഗ്ലീഷാണ്, എല്ലാം സിമ്പിൾ ഫ്യൂച്ചറിൽ തന്നെ പറയേണ്ട ഭാവികാല സമയമുള്ളത് കൊണ്ട്. ഇവിടെയാണ് ഞാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ 3ാമത്തെ യൂസ് പറയാൻ പോകുന്നത്. കുറേ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വാചകം ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ പറയേണ്ട അവസ്ഥ വന്നാൽ അതിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആക്ഷൻ ഏതാണോ അതിനെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറഞ്ഞാൽ മതി. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. കുറച്ച് വിഷമമുണ്ട്, ഒന്ന് ചിന്തിച്ചവർക്ക് ഒന്നുമില്ല. കുറേ സിമ്പിൾ ഫ്യൂച്ചർ വാചകം എവിടെയെങ്കിലും പറയേണ്ട ഘട്ടം വന്നാൽ അതിലേതാണോ ആദ്യം ചെയ്യുന്ന, പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ ആക്ഷൻ, ഇമ്മീഡിയറ്റ് പറഞ്ഞാൽ തന്നെ പെട്ടെന്നല്ലേ, അതിനെ ഏതിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കഴിയുന്നല്ല, അങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ്. പക്ഷെ അവർ പറയുമ്പോൾ ഇങ്ങനെ ക്യാൻ ബി എന്നേ പറയുള്ളൂ. നമ്മളതിങ്ങനെ എടുക്കുമ്പം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്ന് പറയേണ്ട, എക്സ്പ്രസ് ചെയ്യണം, അതാ ഭംഗിയും.
ഇപ്പോൾ സ്കൂൾ നാളെ അസംബ്ലി നടത്തും, അതല്ലേ അതിൽ ഇമ്മീഡിയറ്റായി നടക്കാൻ പോകുന്നു. ആ ഭാഗം സിമ്പിൾ പ്രസൻറ്റിൽ പറയുക, ബാക്കിയെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ പറയുക. അപ്പോൾ ദ സ്കൂൾ വിൽ കണ്ടക്ട് ആൻ അസംബ്ലി എന്നുള്ളതിന് പകരം ദ സ്കൂൾ കണ്ടക്ട്സ് ആൻ അസംബ്ലി ടുമോറോ. സ്കൂൾ നാളെ ഒരു അസംബ്ലി കണ്ടക്ട് ചെയ്യും. ദ സ്കൂൾ കണ്ടക്ട്സ് ആൻ അസംബ്ലി ടുമോറോ. ബാക്കി അടുത്തത് ദ സ്കൂൾ വിൽ ഗോ ഫോർ എൻ എക്സ്കർഷൻ, തന്നെ വിൽ ഗോ. മറ്റേത് സ്കൂൾ വിൽ കണ്ടക്ട് ദ ആനുവൽ സ്പോർട്സ്, മറ്റേത് സ്കൂൾ വിൽ കണ്ടക്ട് ദ ആനുവൽ സെലിബ്രേഷൻ എന്നെല്ലാം പറഞ്ഞാൽ അതെല്ലാം അങ്ങനെ. എന്തിനീ ഹരിച്ചാൽ ഒരു ഭാഷാ ഭംഗി മാത്രമാണ്. എല്ലാം പരക്ക സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് ഏതെങ്കിലും പറയേണ്ടി വരും. അത് ഒരു ബോറായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അവർക്ക് തോന്നുന്നു. അവരെ ഭാഷയല്ലേ ഇത്, നമുക്കെന്തേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഭാഷാ നിയമങ്ങൾ ഗ്രാമറായിട്ട് വ്യാകരണമായി പഠിച്ച ഒരാൾക്ക് സെൻറ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു വളരെ PSC ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന കണ്ടോ. രാമു ഡാഷ് ടു ദ എയർപോർട്ട് ടുമോറോ and he will meet his friend and they will go for sightseeing. വിട്ട ഭാഗത്തേക്ക് നോക്കി, അതിന് മുമ്പിലൊരു രാമുവിനെ കണ്ടു, അതിനുശേഷം ടു ദ എയർപോർട്ടും പിന്നെ ഒരു ടുമോറോന്നും കണ്ടു. ടുമോറോ ആണ് ഇതിലത്തെ ക്ലൂ. ഉത്തരം ഏതാണുള്ള സൂചന ഏതാണ് എന്ന് പറഞ്ഞ ചോദ്യകർത്താവ് പച്ചയായി ചോദിക്കുകയും നാളെ എന്നർത്ഥം വരുന്ന ടുമോറോ എന്ന സമയവാക്ക് ടൈമിംഗ് വേർഡ് ഞാനൊരു വാചകത്തിൽ തന്നാൽ നീ ഏത് ടെൻസിലുള്ള ക്രിയയാണ് നീ എനിക്കിവിടെ ഉത്തരമായിട്ട് എഴുതി തരുക. പച്ചയായിട്ട് നമ്മൾ പറയും സിമ്പിൾ ഫ്യൂച്ചർ ആകുതൽ. കാരണം ഫ്യൂച്ചർ ടൈം തന്നാൽ പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ ആകുതേണ്ടത് എന്ന് പറഞ്ഞാൽ വില്ലോ ഷാലോ ചേർത്തിട്ട് ബേസ് വർബുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. അതാണ് അവിടെ എഴുതേണ്ടത്. പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ ഇട്ടാൽ ആൻഡ് എന്ന കഞ്ചങ്ഷന് ശേഷം ഹി എന്ന സബ്ജക്റ്റിന് ശേഷം വിൽ മീറ്റ് എന്നൊരു സിമ്പിൾ ഫ്യൂച്ചർ വർബ് ഇവിടെ തന്നിട്ടുണ്ട്. അതേ കക്ഷി വീണ്ടും ആൻഡിന് ശേഷം വിൽ ഗോ എന്നൊരു സിമ്പിൾ ഫ്യൂച്ചർ വർബ് ഇവിടെ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട സെൻറ്റൻസിൽ, ഒരു ലോങ് സെൻറ്റൻസിൽ വിട്ടഭാഗത്ത് സിമ്പിൾ ഫ്യൂച്ചർ എഴുതേണ്ട അവസ്ഥ നമുക്ക് വരാൻ പോകുന്നു. അതേ സെൻറ്റൻസിൽ തന്നെ വേറെ 2 സ്ഥലത്ത് സിമ്പിൾ ഫ്യൂച്ചർ തരുകയും ചെയ്തിനി. എന്ന് പറഞ്ഞാൽ 3 സിമ്പിൾ ഫ്യൂച്ചർ ക്രിയകളല്ലേ ഇവിടെ വരൽ. 1 എഴുതാനുള്ളത്, ബാക്കി 2 അവർ തന്നത്. ഇപ്പം എൻ്റെ പറഞ്ഞ നിയമം പറ. ഒന്നിലധികം സിമ്പിൾ ഫ്യൂച്ചർ ക്രിയകൾ ഒരു വലിയ വാചകത്തിൽ പറയേണ്ട കേസ് വന്നാൽ അതിൽ ഇമ്മീഡിയറ്റായി നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ ആക്ഷൻ സിമ്പിൾ ഫ്യൂച്ചറിൽ തന്നെ എഴുതേണ്ടത്. പക്ഷെ വേണമെങ്കിൽ അതിനെ യു ക്യാൻ റൈറ്റ് ഇൻ സിമ്പിൾ പ്രസൻറ്റൻസ്. സിമ്പിൾ ഫ്യൂച്ചറിൽ എഴുതിയാൽ ശരി തന്നെയാണ്. പക്ഷെ വേണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസിൽ എഴുതാം. ഇനി ഓപ്ഷനിൽ സിമ്പിൾ ഫ്യൂച്ചർ ഇല്ല എങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എഴുതാം. അതാണ് കുഞ്ഞക്ക് ചോദ്യം വന്നത്. ഇതാ എ reach, B reached, C reaches, D is reaching. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ടുമോറോ എന്ന ടൈമിംഗ് വേർഡ് ഇവിടെ തന്നതുകൊണ്ട് രാമുവിൻ്റെ കൂടെ വിൽ റീച്ച് എന്ന ഉത്തരമാണ് ശരി. പക്ഷെ അത് ഓപ്ഷൻ ഇല്ല. കാരണം ഭാവികാല സമയവാക്കുകളായ ടുമോറോ, നെക്സ്റ്റ്, ആഫ്റ്റർ, ലേറ്റർ ഒക്കെ വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറാണ് വേണ്ടത്. അപ്പൊ വിൽ റീച്ചാണ് അവിടെ എഴുതേണ്ടത്. അത് അവർ തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായി ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ അധ്യാപകൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഈ ഒരു യൂസ് നീ പഠിച്ചിട്ടാണോ PSC ഹാളിലേക്ക് വന്നിരിക്കുന്നത്? അതായത് ചോദ്യത്തിൽ നോക്കിയത് വിൽ റീച്ചാണ് എഴുതേണ്ടത്. പക്ഷെ നോക്കി ആൻഡിന് ശേഷം ഹി വിൽ മീറ്റ്, വിൽ മീറ്റ് സിമ്പിൾ ഫ്യൂച്ചർ. വീണ്ടും ആൻഡിന് ശേഷം ദേ കഴിഞ്ഞിട്ട് വിൽ ഗോ
അതും സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെന്റൻസ് ആൻഡ് ചേർത്തിട്ട് 3 സെന്റൻസിനെ ഘടിപ്പിച്ച രൂപത്തിലുള്ള ഒരു സിംഗിൾ സെന്റൻസ് ആയി, ഏകവാചകമായി. അതിൽ 3 സ്ഥലത്ത് ഓർമ്മ വിടണം, ഒന്ന് വിട്ടഭാഗത്തും മറ്റു രണ്ടവർ തിരിഞ്ഞു ചെയ്യും. ആ തന്നതെന്താ? 2 സിമ്പിൾ ഫ്യൂച്ചറാണ്. എഴുതുന്നതും സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? 3 സിമ്പിൾ ഫ്യൂച്ചർ വാദം എഴുതുന്നത് ഘട്ടാനുകൾ എഴുതുന്നത്. ഇവിടെയാണ് എന്റെ നിയമത്തിന്റെ, എന്റെ എല്ലാ ഗ്രാമറിയായ നിയമത്തിന്റെ പ്രസക്തി. ഒരു സെന്റൻസിൽ തന്നെ 2ലധികം സിമ്പിൾ ഫ്യൂച്ചർ ക്രിയകൾ പറയേണ്ട ഘട്ടം വന്നാൽ അതിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആക്ഷൻ ഏതാണോ അത് വേണമെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ എഴുതാം. സിമ്പിൾ ഫ്യൂച്ചറിൽ എഴുതിയാൽ മതി. പക്ഷെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി, വാക്യ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, സെന്റൻസിന്റെ കുറെ കൂടി ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസന്റ്. ഇനി ഓപ്ഷനിൽ നോക്കി, റീച്ചാണ് ആദ്യം ഉത്തരം, സിമ്പിൾ പ്രസന്റ് ആണ്. രണ്ടാമത്തെ റീച്ചഡ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അത് എഴുതിയാൽ സിമ്പിൾ പാസ്റ്റ് ആവും, ഇത് എഴുതിയാൽ സിമ്പിൾ പ്രസന്റ് ആവും. റീച്ചസ് എഴുതിയാലും സിമ്പിൾ പ്രസന്റ്. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഒന്നും വരെ എവിടെയില്ല. അപ്പൊ റീച്ചോ റീച്ചസോ എഴുതിയാലാണ് സിമ്പിൾ പ്രസന്റ് ആവുന്നത്. രാമു സിംഗുലർ ആയതുകൊണ്ട് എസ് എന്ന പദമാണ് എഴുതുന്നത്, അതാണ് സിംഗുലർ വേർബ്. അപ്പൊ റീച്ചസ്. ഇവിടെ റീച്ചസ് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? വിൽ റീച്ച്. ഇതാണ് ബേസിസ്. ഇംഗ്ലീഷിലൊരു വാചകത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ hope, believe, expect, think, imagine, guess, suppose, ഇങ്ങനെയൊക്കെയുള്ള സെൻസ് ഓർഗൻ വെർബില്ലേ, ഇതേപറ്റില്ല. ഫീൽ, ഹിയർ, റിമെമ്പർ, ഫോർഗെറ്റ് അതൊന്നും പറ്റില്ല. ഡയറക്റ്റായിട്ട് ബ്രെയിൻ ചെയ്യുന്ന ചില ക്രിയകളാണ്. പ്രതീക്ഷിക്കൽ, വിശ്വസിക്കൽ, പ്രതീക്ഷിക്കൽ, ചിന്തിക്കൽ, സങ്കല്പിക്കൽ, ഊഹിക്കൽ എന്നെല്ലാം പറയുന്ന ക്രിയകൾ. ഹോപ്പ്, ബിലീവ്, എക്സ്പെക്ട്, തിങ്ക്, ഇമാജിൻ, ഗസ്, സപ്പോസ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്രിയ, ഒരു വർബ് ഈ സബ്ജക്റ്റിന്റെ കൂടെ തന്നിട്ട് ഇനിയൊരു വർബ് കൂടെ പറയേണ്ട ഘട്ടം വന്നാൽ അത് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക്. അതായത് ഇതിന് ശേഷം ഇനി ഒരു സബ്ജക്റ്റും വർബും പറയണം. അങ്ങനെ ഉണ്ടാവില്ല. ഒരു സെന്റൻസ് തന്നെ 2 സ്ഥലത്ത് സബ്ജക്റ്റും വർബും, അതിനെ ക്ലോസ് എന്നൊക്കെ വിളിക്കുക. 2 ക്ലോസുള്ള വാചകത്തെ പറയേണ്ടി വരും. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു ഭാഗം ഇനി പറയണമെങ്കിൽ ആ ഭാഗം സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ വില്ലോ, ഷാലോ, ഏനോ, മേയോ ഒക്കെ ചേർത്തിട്ട് ബേസ് വർബുള്ള ഭാഗം ഇതിന് ശേഷം പറഞ്ഞാൽ ഭംഗി. മനസ്സിലായില്ലേ? ഒരു PSC ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ഹോപ്പ് ഹി ഡാഷ് യു. ഓപ്ഷൻ എ kill, B comes, C come, D will come. അതൊക്കെ ഒന്ന് കെ, CA, കെ, മറ്റൊന്ന് കം, മറ്റൊന്ന് കംസ്, മറ്റൊന്ന് വിൽ കം. അപ്പൊ നോക്കി അർത്ഥം നോക്കി. എന്റെ പ്രതീക്ഷയാണ്, അത് വിശ്വാസമാണ്, അവനിവിടെ ഡാഷ്. ആ മലയാള സ്വരത്തിൽ പറയുമ്പോൾ തന്നെ അവനിവിടെ വരും. എന്റെ പ്രതീക്ഷ അവനിവിടെ വരും, വരും ഭാവികാലം. പിന്നെ അങ്ങനെ നമ്മുടെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാതൃഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പറയേണ്ട ഗതിയോടും ഇംഗ്ലീഷ് ചേർക്കില്ല. ഇത് അവർ കൂടുക. സബ്ജക്റ്റാണ് ഇവിടെ. അതിനുശേഷം ഹോപ്പിത. ഹോപ്പല്ല, ഇതിൽ ഏത് വന്നാൽ മതി. തൊട്ടടുത്ത് എഴുതുന്ന സെക്കൻഡ് പാർട്ട് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ വിൽ കംനെ എഴുതിക്കൊണ്ടു. ഐ തിങ്ക് ഷീ ഡാഷ് യു. കണ്ടോ? ഐ വിൽ തിങ്ക്. തിങ്സ് മതി. തിങ്ക് തന്നെ വേണമെന്നില്ല, ബിലീവ് തന്നെ വേണമെന്നില്ല. ബിലീവ്സ്, തിങ്സ്, ഹോപ്സ്, എക്സ്പെക്ട്സ്, ഇമാജിൻസ്
അങ്ങനെ വന്നാലും മതി. അങ്ങനെയൊക്കെ ബേസ് ഫോം ചെയ്യും. സെക്കൻഡ് പാർട്ട് നേരം സിമ്പിൾ ഫ്യൂച്ചർ. ഓപ്ഷനിൽ മീറ്റ് ഉണ്ട്, മീറ്റ്സ് ഉണ്ട്, മെറ്റ് ഉണ്ട്, വിൽ മീറ്റ് ഉണ്ട്. ഏതാ ശരി? ഒന്നുമില്ല, നിങ്ങളൊരു മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ സൂത്രവാക്യം ചെയ്യുന്ന പോലെയൊക്കെയാണ്. ഐ തിങ്കിലുണ്ടോ, സബ്ജക്റ്റിന്റെ കൂടെ തിങ്ക് വന്നു. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗം സിമ്പിൾ ഫ്യൂച്ചറേ കിട്ടുള്ളൂ. അപ്പൊ വിൽ മീറ്റ് ചെയ്യും. മീറ്റ്, മീറ്റ്സ്, മെറ്റ്, വിൽ മീറ്റ് എന്നൊക്കെ തന്നാൽ വിൽ മീറ്റ് ചെയ്യും. അപ്പൊ സബ്ജക്റ്റ് ആരാണോ അതിന്റെ കൂടെ ഹോപ്പ്, ബിലീവ്, എക്സ്പെക്ട്, തിങ്ക്, ഇമാജിൻ, ഗസ്, സപ്പോസ് ഇത്യാദി സെൻസ് ഓർഗൻ ക്രിയകൾ വന്നാൽ അതിന്റെ അടുത്ത ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞ ഭംഗി. അപ്പൊ ഇത് മതി സിമ്പിൾ ഫ്യൂച്ചർ.